ഹായ് ഗൈസ്, ബാലൻ. ഞാൻ മലയാളത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ഫാന്റാസ്റ്റിക് മൂവി എന്ന് പറഞ്ഞ് തന്നെ ഞാൻ തുടങ്ങട്ടെ. ചിദംബരം അണ്ണ, നിങ്ങളുടെ ഡിറക്ഷൻ, അതിന്റെ ഗ്രാഫ് നിങ്ങൾ കുറച്ചുകൂടെ എന്നല്ല പറയേണ്ടത്, വളരെ വലിയൊരു റേഞ്ചിലേക്ക് ഉയർത്തി. ഇതിന്റെ ടെക്നിക്കൽ ക്രൂ ഞാൻ എപ്പോഴും പറയുമ്പോൾ അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ഡയറക്ടർ ചിദംബരം, പ്രൊഡ്യൂസേഴ്സ് വെങ്കട്ട് കെ നാരായണൻ ആൻഡ് ശൈലജ ദേശായി, റൈറ്റർ ജിത്തു മാധവൻ, മ്യൂസിക് കമ്പോസർ സുഷിൻ ശ്യാം. പറയേണ്ട ആവശ്യമില്ല, പടത്തിന് വേറൊരു തലത്തിലേക്ക് മ്യൂസിക് കൊണ്ട് പുള്ളി എത്തിച്ചു. അതിന് കൂടുതൽ ബാക്കി ഞാൻ പറയാം. സോ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് അവനെ തന്നെയാണ് പറയേണ്ടത്. ഇതിൽ ആ കൊച്ചു പയ്യൻ, അവൻ മോനെ, നീ എന്തുവാണ് നീ ചെയ്തു വച്ചിരിക്കുന്നത്? അവന്റെ കണ്ണുകളിൽ പോലും സത്യം പറഞ്ഞ ആ ഒരു നിസ്സഹായത, ചില സ്ഥലങ്ങളിലെ നോട്ടങ്ങളിൽ പോലും അവന്റെ ആ നിസ്സഹായത ആ കണ്ണുകളിലൂടെ അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അവനെ തന്നെ ഫസ്റ്റ് പറയണം, അവനെ തന്നെ പറഞ്ഞു തുടങ്ങണം. എന്നെ ഏറ്റവും ഈ സിനിമയിൽ എന്നെ ആകർഷിച്ച അഭിനയം അവന്റെ തന്നെ. അവന്റെ പേര് ആദിശേഷൻ ആണെന്നാണ് അവന്റെ പേര്, ആദിശേഷൻ. ഓനെ, നിന്നെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നീ വലിയൊരു നടനാവും, അതിനുള്ള കഴിവുണ്ട് നിനക്ക്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരി ഫർസാന പാലത്തിങ്കൽ, പുള്ളിക്കാരി ഫസ്റ്റ് ഹാഫ് പുള്ളിക്കാരി നെയിൽഡ് ഇറ്റ് എന്ന് വേണം പറയാൻ. സെക്കൻഡ് ഹാഫിൽ കുറവാണ്, എന്നാലും ഫസ്റ്റ് ഹാഫ് പുള്ളിക്കാരി ഈ പടം കൊണ്ടുപോകുന്നത്. ഞാൻ ഈ പടത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി കാണുന്നത്, ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ അറിയില്ല. പുള്ളിക്കാരി നെയിൽഡ് ഇറ്റ്, കാരണം കൂടുതലൊന്നും പറയല്ല. ഞാൻ ആ പയ്യനെ പറഞ്ഞത്, അവൻ ഈ പ്രായത്തിൽ അവൻ ചെയ്ത് വച്ചിരിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനും മേലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അമ്മയോട് പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എടുത്തു പറയേണ്ട പ്രകടനം നമ്മുടെ നടൻ ലാലിന്റെ മകൻ ജൂനിയർ ലാൽ, പുള്ളിയുടെ കവാല അടിച്ച് ഇളക്കാൻ തോന്നി. അത്രയ്ക്കും നന്നായിട്ട് പുള്ളി ചെയ്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞ പുള്ളിക്കൊന്ന് കൊടുക്കണമെന്ന് തോന്നിപ്പോയി, അത്രയ്ക്കും നന്നായിട്ട് ചെയ്തു. ഈ ചില സ്ഥലത്തൊക്കെ ലാലിനെ കണ്ട പോലെ ഫീൽ ചെയ്തു. കാരണം അപ്പിയറിക്കലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അപ്പിയറിക്കലാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു പുള്ളി എല്ലാം അപ്പിയറിക്കൽ ചില സ്ഥലത്തൊക്കെ കറക്റ്റ് ലാലിനെ പോലെ ഫീൽ ചെയ്തു. ആക്ടിങ് രണ്ടാണ്, പക്ഷെ ഈ സിനിമയിൽ പുള്ളി ചെയ്തു വച്ചിരിക്കുന്നത് അതാണ് മൂന്നാമത് എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ ഈ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ബീന ആന്റണി ചേച്ചിയൊക്കെ, നമ്മൾ ഇതുവരെ കാണാത്ത ബീന ആന്റണിയൊക്കെ ഇതിലുണ്ട്. എല്ലാം ഒരു എടുത്ത് പറയത്തക്ക രീതിയിലുള്ള വ്യത്യാസം ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ഇനി ടോവിനോ, സ്പോയിലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ആളുടെ ഒരു ട്രെയിലറിൽ കണ്ട എല്ലാവർക്കും കണ്ടതാണ്, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ടോവിനോ പുള്ളി ഞാൻ ചിന്തിച്ചു, പുള്ളി എന്തിന് ഇങ്ങനത്തെ ക്യാരക്ടർ പുള്ളി ചെയ്യുവാണ്. കാരണം അതിനുള്ളത് ഒരു ഭയങ്കരമായ സ്പേസ് ഒന്നും പുള്ളിക്കില്ല. പക്ഷെ പുള്ളി ഇതുപോലുള്ള ക്യാരക്ടർ പുള്ളി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പുള്ളിയുടെ റേഞ്ച് വേറൊരു തലത്തിലേക്ക് എത്തി. പുള്ളിക്ക് നല്ല ഒരു കപ്പാസിറ്റി ഉള്ള നടനാണ്. പുള്ളി ടിപ്പിക്കലായിട്ടുള്ള അതിൽ നിന്ന് മാറി ഇതുപോലുള്ള കഥാപാത്രങ്ങളൂടെ ചെയ്യണം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനോ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി ഇതെല്ലാത്തിനപ്പുറം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ ഓഫ് ദിസ് മൂവി എന്ന് പറയുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. പുള്ളിക്കാരുടെ പേര് വന്നിട്ട് ഇതില് ഡോളി ജൂൺ. പുള്ളിക്കാരി സത്യം പറഞ്ഞ ആ അമ്മച്ചി റോള് കുറച്ചുകൂടെ വേണമെന്ന് പോലും കൊതിച്ചു പോയി. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ചേ ഉള്ളൂ പുള്ളിക്കാരി, പക്ഷെ തീർന്നു പോകരുത്. അതായത് കുറച്ചുകൂടെ പുള്ളിക്കാരി വേണമെന്ന് തോന്നിച്ചു പോയി. നമ്മൾ ഒരു പച്ചയായ അമ്മച്ചി, ഒരു എന്താ പറയുന്ന ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും പുള്ളിക്കാരി അനങ്ങാതിരിക്കുക എന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ ഈ പുള്ളിക്കാരി എന്ത് റേഞ്ചിലാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അമ്മച്ചിയുടെ കഥാപാത്രമാണ്. തിയേറ്ററിൽ ആദ്യം ക്രെഡിറ്റ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ആ സുഷ് എന്ന് എഴുതി കാണിക്കുന്നത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം, അതാണ് നമ്മുടെ സുഷിൻ ശ്യാം ഉണ്ടാക്കിയെടുത്ത ഓളം. അതുപോലെ തന്നെ ഇതില് നമ്മുടെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് ഏതോ ഒരു അമ്മച്ചിയുടെ വോയിസ്, നമുക്ക് മനസ്സിലാവുള്ളൂ. പുകവലി ആരോഗ്യം ഇങ്ങനെ ഒരു അമ്മച്ചി പറയും പോലെയൊക്കെ പറയുന്നു. അപ്പൊ ആദ്യം കണക്ട് ആയില്ല, ആളുകളൊക്കെ സൈലന്റ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വീണ്ടും പുകവലി ആ വാണിംഗ് വരുമ്പോൾ തിയേറ്ററിൽ കയ്യടിയായിരുന്നു.
കാരണം അവിടെയാണ് അമ്മച്ചി, നമ്മുടെ ഡോളി അമ്മച്ചിയെ കൊണ്ടാണ് അത് പറയിപ്പിച്ചിരിക്കുന്നത്. ആ അമ്മച്ചിയുടെ ക്യാരക്ടർ അഡ്രസ്ഡ് ആയത്. ആ ഫസ്റ്റ് ഹാഫില് അവർ വന്നിട്ട് പോയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ ആ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടുണ്ടാവുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാൽ പറയുന്ന വോയിസിന് പോലും കൈയടി കിട്ടിയെന്നുള്ളതാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പടം തീരുമ്പോൾ കൈയടി ഞാൻ കേട്ടത്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, ആത്മാർത്ഥമായി ആളുകൾ അടിച്ചു പോകുന്നതാണ്. അത് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഈ ചിത്രത്തിൽ കേട്ടു. സിനിമ തുടങ്ങി, സിനിമ സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന, ഇപ്പം പ്രത്യേകിച്ച് എന്നെ പോലെയൊക്കെ ഒരു സിനിമ എൻറ്റിസ്റ്റിക്കാറ്റൊക്കെ സിനിമ കാണുന്ന ഒരു ആൾക്ക് നമുക്ക് സിനിമ തുടങ്ങിയ ഒരു ആദ്യത്തെ 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സിനിമയുടെ റേഞ്ച്, സിനിമയുടെ ഡയറക്ഷന്റെ റേഞ്ച്, സിനിമ പോകുന്ന ഒഴുക്ക്, ഇത് നമുക്കൊരു കണക്ഷൻ കിട്ടും. സംഭവം അത് കിട്ടും. അത് എന്നെ പോലുള്ളവർക്ക് അത് മനസ്സിലാവും. ഇതിൽ തന്നെ ഫസ്റ്റ് ഷോട്ട്, ആ മൂവിങ് ഷോട്ട്, അത് ഞാൻ പറയുന്നത് സ്പോയിലറായി പോകും, കാണാത്തൊരു ആ ഒരു ഷോട്ടിൽ തന്നെ അവരത് ആ ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഡയലോഗില്ല, ഡയലോഗിലൂടെ മനസ്സിലാക്കണ്ട, ആ ഷോട്ടിൽ തന്നെ ഉണ്ടാവുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമ്മൾ സിനിമയിൽ ഇന്നാവും. കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് അതിൽ കൺവേ ആവുകയാണ്. ആ നരേഷൻ രീതി, ആ ഡയറക്ഷൻ, അത് ചിദംബരം. അത് ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ ആൾറെഡി നമ്മൾ ഇന്നായി കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ഒരു റേഞ്ചിലേക്കാണ് പോകുന്നത്. ആ ഒരു റേഞ്ചിലെത്തി ഇനി അടുത്തിന് ഇത് എങ്ങനെ പോകും, ഏത് റൂട്ടിൽ പോകും എന്നുള്ള ചിന്തയാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ അതിലിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അതിൽ കൈകടത്താനുള്ള ഇതില്ല. സാധാരണ ചില പടങ്ങൾ കാണുമ്പോൾ അടുത്ത് ഇങ്ങനെ ആയിരിക്കും, അടുത്ത സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെ വരും. പക്ഷെ ഇത് സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുറച്ച് ഡള്ളാവാൻ ചാൻസ് ഉണ്ട്, ഇനി കൊണ്ടുവച്ച് ഡള്ളാവാൻ ചാൻസ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട പ്രകടനം, അതായത് ആ മുഹമ്മദ് സിനാൻ 13 വയസ്സുകാരനായിട്ട് വന്ന ആ പയ്യൻ, അവൻ ഇത് കൊണ്ടുവച്ച് കുളമാക്കിയിരുന്നെങ്കിൽ മൊത്തം പോയനെ. അത്ര ഹൈപ്പിൽ കയറ്റിക്കൊണ്ടുവന്ന പടത്തിനെ വീണ്ടും ചുമലിലേറ്റ് കൊണ്ടുപോയത് സിനാനാണ്. അവന്റെ പ്രകടനവും ഇതിൽ സത്യം പറഞ്ഞാൽ ആരെയും എനിക്ക് മോശം പ്രകടനമായിട്ട് തോന്നിയിട്ടില്ല. ഇതിലൊരു മോശം സീനായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു മികച്ച, ഈ ഇടക്കാലത്ത് ഞാൻ കണ്ടതിൽ ഒരു മികച്ച മലയാള സിനിമ എന്ന് തന്നെ പറയാം. ഇപ്പൊ എന്താ ഈ ഒരുപാട് പേര് അതിനുശേഷം ഇറങ്ങിയ ശേഷം പറഞ്ഞ ഓസ്കാർ നോമിനേഷനൊക്കെ നമുക്ക് കൊടുക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പടം, ഓസ്കാർ നോമിനേഷൻ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല മികച്ച മലയാള സിനിമ. ഇത് എത്രത്തോളം ഈ നമ്മുടെ കേരളം ഇപ്പം എത്രത്തോളം ഓഡിയൻസിന് ഇത് കണക്ട് ആവും, അല്ലെങ്കിൽ എത്രത്തോളം ഓഡിയൻസ് ഇപ്പൊ കൊമേഴ്ഷ്യൽ വാല്യൂ കുറഞ്ഞൊരു പടമാണ്. നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയിലുള്ള എലമെന്റ്സ് ഒന്നും ഇതിലില്ല. അപ്പൊ എത്രത്തോളം ആളുകൾ തിയേറ്ററിലേക്ക് കയറും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളെ മലയാളികളുടെ ഇടയിൽ ഇപ്പൊ നമുക്കറിയാലോ, മലയാളികളുടെ പൾസ് അറിയാലോ, ഇത് കത്തും, മലയാളികൾക്ക് കണക്ട് ആവും. ഇത് ഇങ്ങനെ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവര്. കിട്ടില്ല പടം, ഇതിന് വേറെ ഒന്നും നീ പറയാനില്ല. എനിക്കിത് സത്യം പറഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നല്ല പടം കണ്ടൊരു ഫീലില്ലേ, അതെങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. സത്യം ഈ എൻ്റെ അടുത്ത് ഞാൻ ഇന്നിരുന്ന സെക്ഷനിലെല്ലാം ഏകദേശം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരും എല്ലാം ബോയ്സ് ആയിരുന്നു. അവസാനം എല്ലാവരും ഇങ്ങനെയാണ് പുറത്തിറങ്ങിയത്. പ്രത്യേകിച്ച് ഈ അമ്മ മകൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആമ്പിള്ളേർക്ക് ഒരു സംഭവമാണ്, കണക്ട് ആവുന്ന ഒരു സംഭവമാണ്, കൂടുതൽ കണക്ട് ആവും. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾക്ക് അത് കൂടുതൽ കണക്ട് ആവും. അത് എല്ലാവരും അവസാനത്തെ പ്രീ ക്ലൈമാക്സ് സീനൊക്കെ ഭയങ്കരമായൊരു ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ്. അത് ആ സമയത്ത് സുഷീൻ ശ്യാം കൊടുക്കുന്ന മ്യൂസിക് അതൊക്കെ എലിവേറ്റ് ചെയ്തു പടത്തിന്റെ മൊത്തത്തില്. സോ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീരില്ലാതെ അമ്മമാരോട് ഇഷ്ടമുള്ള അമ്മക്കൾ ആ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങില്ല. അത്രയ്ക്ക് നന്നായിട്ട് വന്നൊരു പടം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഹോൾ മൂവി പടം കൊണ്ടുപോകുന്ന രീതിയാണ് ഒഴുക്ക്. നമ്മളത് കഴിഞ്ഞ് ഇറങ്ങുമ്പം കിട്ടുന്ന ഒരു റിലീഫ് ഇല്ല. അതിൽ നല്ലൊരു പടം കണ്ടു എന്നുള്ള റിലീഫ്. നമ്മളെ മലയാളത്തിൽ നല്ലൊരു പടം, കുറെ കാലം ഇങ്ങനത്തെ ഒരു ഇങ്ങനൊരു പടം കണ്ടിട്ട് തുറന്നു തന്നെ പറയാം. കൊമേഴ്ഷ്യൽ ഇപ്പം എല്ലാവരും കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണ്. കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ കാണാനാണല്ലോ നമ്മൾ കൂടുതൽ തിയേറ്ററിൽ പോകാറ്. പക്ഷെ ഇതുപോലുള്ള ഫീച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളിൽ അതിലൊരു നല്ലൊരു ക്ലാസിക് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പടം ബാലൻ. പേര് കൊടുത്തിട്ട് ആ പേര് തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്ലാസിക് സാധനം. സോ അടിപൊളി പടം. എന്നാലും എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മുടെ DOP. അസാധ്യമായ ഷോട്ടുകൾ, കളറിങ് എല്ലാം. അതായത് ഓരോ ഷോട്ടിൽ പോലും, ഒരു സോങ്ങിലെ പോലും, ഓരോ ഇൻഡിവിജ്വൽ ഷോട്ടിൽ പോലും സിനിമാറ്റോഗ്രഫിക്ക് ഒരു രക്ഷയില്ല, ഗംഭീരമാണ്. സിനിമാറ്റോഗ്രഫി ഞാൻ പറയാൻ വിട്ടുപോയി. എന്നിട്ട്
ആ DAP വന്നിട്ട് ഷൈജു ഖാലിദ് ആണ് പുള്ളിക്കാരൻ. അത് പറയണമായിരുന്നു, എടുത്തു പറയണം. DOP, മ്യൂസിക്, ഡിറക്ഷൻ, ഇനി ഞാൻ പറയാൻ പറ്റും, എല്ലാം, എഡിറ്റിംഗ്, ഷോട്ട്, എല്ലാം ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. നല്ല പടം, അളവിൽ കൊടുത്ത പടം, എല്ലാ ഒരു അളവിൽ കൂടുതലില്ല, ഒരു കുറവില്ല, അളവിൽ കൊടുത്ത് ചെയ്തു വെച്ച ഒരു നല്ല കൾട്ട് ക്ലാസിക്. നാളെ അങ്ങനെ ആവാൻ സാധ്യതയുള്ളൊരു പടം, സാധ്യതയുള്ള പടമല്ല, അങ്ങനെയുള്ള ഒരു പടം എന്ന് തന്നെ പറയാം. സോ ഇതാണ് ബാലൻ എന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഈ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ എനിക്ക് പറയാൻ അറിയാവും. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പാവപ്പെട്ട റിവ്യൂവറാണ് ഞാൻ. സോ ഇനിയും ഇതുപോലുള്ള പുതിയ റിവ്യൂ വീഡിയോസുമായി നിങ്ങളെ സന്ധിക്കുമ്പോഴേക്കും വണക്കം.